ഷെർലക് ഹോംസ് ഇൻ ലോക്കൽ വൈബ്സ്. പറഞ്ഞു വന്ന വേറെ ഒത്തിനെ കുറിച്ചല്ല, ഡൊമിനിക് And the ladies first. ഗൗതം മേനോന്റെ ആദ്യത്തെ മലയാളം മൂവിയാണ് മമ്മൂട്ടി കമ്പനി ഇറക്കിയ മമ്മൂക്കാടെ സാക്ഷാൽ ഡിറ്റക്റ്റീവ് സ്റ്റോറി. ഷെർലക് ഹോംസിനെ ഒരു കേരളത്തിൽ കൊണ്ടുവന്ന എങ്ങനെ ഇരിക്കും എങ്കിരിക്കും എന്നുണ്ടെങ്കിലും പക്ഷെ ശരിക്കും ഒരു ഷെർലക് ഹോംസ് അല്ല. ബട്ട് എന്നാലും അതാ ഞാൻ ആദ്യമേ തുടക്കത്തിൽ പറഞ്ഞത്, ഷെർലക് ഹോംസ് ഇൻ ലോക്കൽ വൈബ്സ്. എങ്ങനെയാണ് ഒരു കേരളത്തിന്റെ ഷെർലക് ഹോംസ് എന്നൊന്നും പറയുന്നത് ആ ഒരു വൈബ് പിടിച്ച്. പക്ഷെ ഒരുപാടൊന്നും എക്സ്പെക്ട് ചെയ്യണ്ട. ബട്ട് ഒരു ഡീസന്റ് വാച്ച് ഫിലിമായിട്ട് അത്രേ ഉള്ളൂ. ഫാമിലിക്ക് കാണാൻ പറ്റുന്ന അടിപൊളി മൂവീസ് ആണ്. അതിനകത്ത് വന്നിട്ടുള്ള എല്ലാരും അടിപൊളി തന്നെയാണ്. ബട്ട് പക്ഷെ എനിക്ക് മ്യൂസിക് അത്ര ഗംഭീരമായിട്ടൊന്നും ആസ്വദിക്കാനായിട്ട് എനിക്ക് തോന്നിയത്. ചിലപ്പോൾ തിയേറ്ററിന്റെ കുഴപ്പമാണ്, ഭയങ്കര സൗണ്ട് കുറവായിരുന്നു, അങ്ങോട്ട് ഫീൽ ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ അതിന്റെ സെന്ററിൽ ഒരു വയലിൻ സാധനമുണ്ട് നമ്മളുടെ ഷെർലക് ഹോംസിൽ വരുന്ന ലാസ്റ്റ് പോർഷനിൽ. അത് കട്ടിപൊളിയായിട്ടുണ്ടായിരുന്നു. അതായത് അതിൽ നിന്ന് വ്യത്യസ്തമാക്കിയുള്ള ഒരു ബീജിയമാളായിരുന്നു. പിന്നെ ഒരു അമ്മച്ചൂർ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഓൾറെഡി, അതായത് മണിക്കൊക്കെ സ്ട്രഗിൾ ചെയ്യുന്ന അന്ന് അസിസ്റ്റന്റിന് സാലറി ഒന്നും കൊടുക്കാൻ കഴിയാത്ത ഡിറ്റക്റ്റീവ് ആണ്. അവരെന്ന് ജീവിക്കുന്ന ഒരു ക്യാരക്ടറാണ്. അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ ഒരു കേസ് കിട്ടുന്നതും ഒരു പോസ് കിട്ടുന്നതും അതിൽ നിന്ന് അങ്ങോട്ട് ചുറ്റിപ്പറ്റി പോകുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ കോമഡി ഒന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ കണ്ടിരിക്കാം, അത്രേ ഉള്ളൂ. അല്ലാതെ നമുക്ക് അടിപൊളി എന്നുള്ള ഫീലും ഒരു ഫാക്ടർ ഒന്നും ആ സിനിമയ്ക്ക് ഇല്ലല്ലേ. എനിക്ക് ഓൾമോസ്റ്റ് കത്തി. അത് ഞാൻ ഇരുന്ന് കണ്ടത്. അതിപ്പം എല്ലാവരും പല കാറ്റഗറിയാണ്. എനിക്കിപ്പോ ഇൻവെസ്റ്റിഗേഷൻ നിന്ന് അടുത്ത് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. കണ്ടിറങ്ങിയപ്പം അവർക്കൊക്കെ ഒരു ഓൾമോസ്റ്റ് എല്ലാവർക്കും, എല്ലാ ഓഡിയൻസിനും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. വർക്കായി സാധനം അടിപൊളിയായിട്ട് മസ്റ്റ്. ഓക്കെ, സൈനിങ് ഓഫ്. അഫ്സൽ മസാർ, എം ഹരി. ബൈ.